പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കൾ പലപ്പോഴായി ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. വിദേശ രാജ്യത്തൊരു കോടതിയുടെ വിധി ഇന്ത്യയിൽ നേരിട്ട് നടപ്പിലാക്കാൻ കഴിയുമോ? ലളിതമായതിന് ഉത്തരം അതെ എന്നാണ്. എങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ വിധികളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയുക? എങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടത്? വിശദമായി പറയാം. നിരവധി ഗൾഫ് അറബ് രാജ്യങ്ങൾ, UK പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, USA ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, മലേഷ്യ, സിംഗപ്പൂർ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന പ്രവാസികൾ അവരുടെ ബിസിനസ് സംബന്ധമായോ മറ്റു പണമിടപാട് സംബന്ധമായോ അല്ലെങ്കിൽ വ്യക്തിപരമായി വിവാഹ സംബന്ധമായൊക്കെയുള്ള കേസുകൾ അതാത് രാജ്യങ്ങളിൽ നടത്തി അനുകൂലമായ വിധി സമ്പാദിച്ചാൽ ആ വിധി നേരിട്ട് ഇന്ത്യയിൽ വന്ന് നടപ്പിലാക്കാൻ കഴിയുമോ? അതല്ല ഇന്ത്യയിൽ പുതിയൊരു കേസ് ഫയൽ ചെയ്ത് ഇവിടെയുള്ള ദീർഘമായ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി പുതിയൊരു വിധി സമ്പാദിക്കേണ്ടതുണ്ടോ? ഇതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ഈ വിഷയത്തിൽ രാജ്യങ്ങളെ രണ്ടായി തരംതിരിക്കാം. ചില രാജ്യങ്ങളുമായി ഇന്ത്യൻ ഗവൺമെന്റിന് റെസിപ്രോക്കേറ്റിംഗ് ടെറിട്ടറീസ് എന്ന നിലയിൽ ചില എഗ്രിമെന്റ് ഉണ്ട്. അഥവാ ആ രാജ്യത്തെ കോടതികളുടെ വിധി ഇന്ത്യയിൽ ഒരു കോടതി എങ്ങനെയാണോ വിധിച്ചത് ആ ഒരു വിധിയുടെ മൂല്യം അതിന് കണക്കാക്കപ്പെടും. തിരിച്ചും ഇന്ത്യയിലെ കോടതികളുടെ വിധി ആ രാജ്യത്തും അതേ ഒരു മൂല്യത്തോടെ അവിടെ നടപ്പിലാക്കാൻ കഴിയും. UK പോലെയുള്ള ന്യൂസിലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ഗൾഫ് രാജ്യങ്ങളിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഗണത്തിൽ വരുന്നതാണ്. മറ്റും ചില രാജ്യങ്ങൾ കൂടിയുണ്ട്. ഈ ഗണത്തിൽ വരുന്ന രാജ്യങ്ങളുടെ വിധിയാണ് നാം സമ്പാദിച്ചതെങ്കിൽ ആ വിധിയുടെ സർട്ടിഫൈഡ് കോപ്പിയും അതേപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതായത് ഒരു മണി ഡിഗ്രി ആണെങ്കിൽ അവിടെ നമ്മൾ വല്ല എമൗണ്ടും അടച്ചിട്ടുണ്ടെങ്കിൽ ആ അടച്ചത് കൂടി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോടതികൾ ഹാജരാക്കിയാൽ നമുക്ക് ഇവിടെ നേരിട്ട് നടപ്പിലാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ അത്തരമൊരു വിധി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതേ വിഷയത്തിൽ നാം ഇവിടെ വന്ന് പുതിയൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്മിസ് ചെയ്യപ്പെടും. കാരണം നമ്മൾ ഇന്ത്യയിലെ ഒരു വിഷയത്തിൽ കേസ് ഫയൽ ചെയ്തു, ഒരു വിധി സമ്പാദിച്ചാൽ അതേ വിഷയത്തിൽ വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്മിസ് ചെയ്യപ്പെടും. അപ്പൊ അതേ നിയമമാണ് ഇതിനും ബാധകമാകുക എന്നർത്ഥം. അപ്പൊ നമ്മളത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്കിവിടെ അതിന് സ്കോപ്പ് ഉള്ളൂ. ഇനി ഈ ഗണത്തിൽ പെടാത്ത മറ്റ് രാജ്യങ്ങളുടെ വിധികൾ ഇന്ത്യയിൽ നേരിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല. അതേസമയം ആ വിധിക്ക് മൂല്യമുണ്ട്. കാരണം ഇവിടെ അത് സംബന്ധമായ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ സ്യൂട്ട് അപ്പോൺ ഫോറിൻ ജഡ്ജ്മെന്റ് എന്ന അടിസ്ഥാനത്തിലാണ് ഫയൽ ചെയ്യുക. നമ്മൾ സാധാരണ ഒരു പുതിയ കേസ് ഫയൽ ചെയ്യുന്ന പോലെയല്ല. വിദേശത്തുള്ള വിധിയിൽ വന്ന തെളിവുകളും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ കോടതി പരിഗണിക്കും. അതേസമയം CPC സെക്ഷൻ 13 and 14 പ്രകാരം ചില ഗ്രൗണ്ടുകൾ പറയുന്നുണ്ട്. അതായത് വിദേശ രാജ്യത്തെ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല, അധികാര പരിധിയിൽപ്പെട്ടതല്ല, അതല്ലെങ്കിൽ അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലല്ല ആ വിധി സമ്പാദിച്ചത്, അതല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രോഡ് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ചില ഗ്രൗണ്ടുകൾ പറയുന്നുണ്ട്. ആ ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിധികൾ സമ്പാദിച്ചതെങ്കിൽ ആ വിധി തള്ളപ്പെടും. നേരെ മറിച്ച് ആ ഒരു ടെസ്റ്റ് മറികടന്നാൽ ആ വിധി പരിഗണിച്ച് അതിന്റെ പുറത്താണ് ഇന്ത്യയിലെ കോടതികൾ വിധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു കേസിന്റെ അത്രയും കാലതാമസം ഫോറിൻ ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിൽ വരുന്ന കേസുകൾക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. ഏതായാലും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കോടതി വിധി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതേസമയം അത്തരമൊരു കോടതി വിധി സമ്പാദിച്ചതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ അത് നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യയിൽ സ്വീകരിക്കണമെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. മറ്റൊരു നിയമവിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.